ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റിസർച്ച് ക്വസ്റ്റ്യൻസ്, റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ്, റിസർച്ച് ഡിസൈൻ, കേസ് സ്റ്റഡി, എക്സ്പെരിമെൻ്റൽ, ലോങ്റ്റിറ്റ്യൂഡൽ, ക്രോസ് സെക്ഷണൽ ആൻഡ് കമ്പാരിറ്റീവ്. അതായത് ഗവേഷണ ചോദ്യങ്ങളും ഗവേഷണ ലക്ഷ്യങ്ങൾ, അതുപോലെ ഹൈപ്പോത്തിസിസ്, അതുപോലെ റിസർച്ച് ഡിസൈൻസിൻ്റെ ടൈപ്സുകൾ. അപ്പോൾ ഇതാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ പറയുന്നത് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ പറയാം. ഗവേഷണ ചോദ്യങ്ങൾ ഏതൊരു ഗവേഷണ പ്രൊജക്റ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മികച്ച ഗവേഷണ ചോദ്യങ്ങളാണ്. അതായത് ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നത്. ഒരു പഠനത്തെ നയിക്കുകയും അതിരുകൾ നിശ്ചയിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഇതാണ്. ഗവേഷണ ചോദ്യം ഇല്ലാതെ ഒരു പഠനത്തിനൊരു ദിശ ലഭിക്കില്ല. ചോദ്യം വ്യക്തമാകുന്നതോടെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളും ഹൈപ്പോത്തസിസുകളും വ്യക്തമാകുന്നത്. ഒരു നല്ല ഗവേഷണ ചോദ്യം വികസിപ്പിക്കുന്നതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ചൂസ് ആൻ ഇൻട്രസ്റ്റിംഗ് ജനറൽ ടോപ്പിക്. ഗവേഷകന് താല്പര്യമുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുക്കാം. പ്രാഥമിക ഗവേഷണം നടത്തുക. വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള പഠനങ്ങൾ വായിച്ച് എന്തൊക്കെയാണ് ഇതിനകം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. വിഷയം ചുരുക്കുക. കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തെ ഫോക്കസ് ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് ചുരുക്കുക. ചോദ്യങ്ങൾ എഴുതുക. എങ്ങനെ, എന്തുകൊണ്ട്, എന്ത് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇതൊരു തുറന്ന ചോദ്യങ്ങളായിരിക്കണം, ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. മറ്റൊന്ന്, റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. ഗവേഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഗവേഷണം കൊണ്ട് എന്ത് നേടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു സംഗ്രഹമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഗവേഷണം എന്തിനാണ് നടത്തുന്നത് എന്ന ചോദ്യത്തിനൊരു ഉത്തരം നൽകുന്നു. ഇതിൽ പ്രധാനമായിട്ടും പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ, പഠനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ വിശാലമായിട്ട് സൂചിപ്പിക്കുന്നു. ഇതിനുള്ള പ്രത്യേക ലക്ഷ്യങ്ങൾ, പൊതുവായിട്ടുള്ള ലക്ഷ്യത്തെ ചെറിയ യുക്തിസഹമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഓരോന്നിനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ആരാണ്, എവിടെയാണ്, എന്താണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത്. റിസർച്ച് ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രധാന സവിശേഷതകൾ: ഒന്ന്, ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ലക്ഷ്യങ്ങൾ വ്യക്തവും ലളിതമായിരിക്കണം, ആശയക്കുഴപ്പമുണ്ടാവരുത്. മറ്റൊന്ന്, പൂർണ്ണത. പഠനത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. സ്പെസിഫിക് ആയിരിക്കണം, വ്യക്തമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നതാവണം. വേരിയബിളുകളെ തിരിച്ചറിയൽ. പഠനത്തിലെ പ്രധാന വേരിയബിളുകളെ, ലക്ഷ്യങ്ങൾ തിരിച്ചറിയണം. ഡയറക്ഷൻ, ബന്ധങ്ങളുടെ ദിശ സൂചിപ്പിക്കണം. മറ്റൊന്ന്, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു റിസർച്ചിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അല്ലെങ്കിൽ താൽക്കാലികമെന്നും, തീസിസ് എന്നാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന എന്നാണ് അർത്ഥം. അതിൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെനറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ താൽക്കാലിക പ്രസ്താവന എന്നാണ് പറയാം. രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഊഹിക്കപ്പെട്ട പ്രസ്താവനകളെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഇത് തെളിയിക്കപ്പെട്ട ഒരു സിദ്ധാന്തമല്ല, മറിച്ച് പരിശോധിക്കപ്പെടേണ്ട ഒരു അനുമാനമാണ്. ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. അതിപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഇതിങ്ങനെ ആവാം എന്നുള്ളൊരു അനുമാനം ഉണ്ടല്ലോ, അതാണ്. എന്നിട്ട് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ എന്താണ്, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. ഹൈപ്പോത്തസിസിൻ്റെ സ്വഭാവം, ഇതൊരു കൺസെപ്ഷ്യലാണ്, ആശയപരമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു വാക്കാലുള്ള പ്രസ്താവനയാണ്, ഭാവിയിലേക്ക് നോക്കുന്നതാണ്, എംപെരിക്കൽ വെരിഫിക്കേഷന് വിധേയമാക്കാൻ കഴിയുന്നതായിരിക്കണം. ഇതൊരു താൽക്കാലിക സ്വഭാവമുള്ളതാണ്, തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാറ്റാൻ കഴിയണം. ഹൈപ്പോത്തസിസിൻ്റെ ഫങ്ഷൻസ്: ഗവേഷണത്തിന് വ്യക്തമായിട്ടുള്ളൊരു ദിശ നൽകുന്നു, ഗവേഷണത്തെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു, അന്ധമായ ഗവേഷണം തടയുന്നു, ഗവേഷണത്തിൻ്റെ അതിരുകൾ നിശ്ചയിക്കാൻ സഹായിക്കുന്നു. ഹൈപ്പോത്തിസിസ് വിവിധ ടൈപ്പുകളിലുണ്ട്. ഒന്ന്, നൾ ഹൈപ്പോത്തിസിസ്. വേരിയബിളുകൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പ്രസ്താവിക്കുന്നു. ഗവേഷകന് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് ഇതിനെയാണ്. ഉദാഹരണത്തിന്, പഠന രീതിയും പരീക്ഷയിലെ മാർക്കും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണെങ്കിൽ സ്വീകരിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. വേരിയബിളുകൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇത് പറയുന്നു. രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ. ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധത്തിൻ്റെ ദിശ പറയുന്നത്, പഠന സമയം കൂടിയാൽ മാർക്ക് കൂടും, അതായത് ഒരു ദിശ പറഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട്. നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധമുണ്ടെന്ന് മാത്രം പറയുന്നു, ദിശ പറയുന്നില്ല, പഠന രീതി മാർക്കിനെ ബാധിക്കും എന്നുള്ള തരത്തിലുള്ളത്. ഇനി ടൈപ്പ് ഓഫ് എറേഴ്സ്. ടൈപ്പ് 1 എറർ, ഒന്ന് ആൽഫ എറർ എന്ന് പറയും, സത്യമായിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിനെ തെറ്റായി തള്ളിക്കളയുന്നത്. മറ്റൊന്ന് ടൈപ്പ് 2 എറർ, ബീറ്റ എറർ എന്ന് പറയും, ഒരു തെറ്റായ നൾ ഹൈപ്പോത്തിസിനെ സ്വീകരിക്കുന്ന പിശകാണിത്. മറ്റൊരു ഇതിൽ പഠിക്കാനുള്ളൊരു പ്രധാന ഭാഗമാണ് റിസർച്ച് ഡിസൈന്. ഗവേഷണ പദ്ധതിയുടെ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഭൂപടം എന്നൊക്കെ പറയില്ല, ഡിസൈൻ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്.
അതായത് വിവരശേഖരണത്തിനും വിശകലനത്തിനും ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ. അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതെന്താണ്, അതിൻ്റെ ഒരു എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് രൂപകൽപ്പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യകത ഗവേഷണം സുഗമമായിട്ട് നടക്കാൻ സഹായിക്കുന്നു, കുറഞ്ഞ സമയം, പണം, അധ്വാനം എന്നിവ ഉപയോഗിച്ച് മികച്ച ഫലം നൽകുന്നു, ഫലങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ: വേരിയബിൾസ്, അളക്കാൻ കഴിയുന്നതും മൂല്യത്തിൽ മാറ്റം വരുന്നതുമായ എന്തിനെ നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കാം. നമുക്ക് അളക്കാനും കഴിയും, അല്ലെങ്കിൽ അത് അളന്നു കഴിഞ്ഞാൽ ഈ മൂല്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, മാറ്റത്തിന് കാരണമാകുന്നത്, ഉദാഹരണത്തിന് മയക്കുമരുന്ന് ഉപയോഗം അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറും. മറ്റൊന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, മാറ്റം സംഭവിക്കുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ അക്രമവാസന അങ്ങനെയുള്ളത്. എക്സ്ട്രോണസ് വേരിയബിൾ, പഠനത്തെ ബാധിക്കാൻ സാധ്യതയുള്ള എന്നാൽ ഗവേഷകൻ പഠിക്കാൻ ഉദ്ദേശിക്കാത്ത പുറത്തു നിന്നുള്ള വേരിയബിൾസ്. മറ്റൊന്ന് കൺട്രോൾ, എക്സ്പെരിമെൻ്റൽ ഗവേഷണത്തിന് പുറത്തു നിന്നുള്ള വേരിയബിളുകൾ സ്വാധീനം കുറയ്ക്കുന്നതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് കോൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാറ്റം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊണ്ടാണോ അതോ എക്സ്ട്രോണിയസ് വേരിയബിൾ കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എക്സ്പെരിമെൻറ്റ്, ഒരു സത്യം കണ്ടെത്താനോ തെളിയിക്കാനോ നടത്തുന്ന പ്രക്രിയ. ഗ്രൂപ്പ്സ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, കൺട്രോൾ, രണ്ട് ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പരീക്ഷണത്തിന് വിധേയമാകുന്ന ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണത്തിന് വിധേയമാകാത്ത എന്നാൽ താരതമ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്രൂപ്പിനെയാണ് പറയുക. ഇനി റിസർച്ച് ഡിസൈന് വിവിധ ടൈപ്പുകളുണ്ട്. ഒന്ന് കേസ് സ്റ്റഡി, ഒരു സാമൂഹിക യൂണിറ്റിനെ കുറിച്ചുള്ള, അതായത് ഇപ്പോൾ ഒരു വ്യക്തി, കുടുംബം, സ്ഥാപനം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ്. PV യങ് പറയുന്നത് ഒരു സാമൂഹിക യൂണിറ്റിൻ്റെ ജീവിതത്തെ കണ്ടെത്തുന്നതിനും വിശകലനം ചെയ്യുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള രീതിയാണ്. അസംപ്ഷൻസ് ഉണ്ടാവും, മനുഷ്യ സ്വഭാവത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഒരു യൂണിറ്റിനെ സമഗ്രമായിട്ട് പഠിച്ചാൽ അത് സമാനമായ മറ്റ് യൂണിറ്റുകൾക്കും ബാധകമാവും. ഇതിൻ്റെ ഘട്ടങ്ങൾ: ഒന്ന് പ്രശ്നത്തെ തിരിച്ചറിയൽ, വിവരശേഖരണം, രോഗനിർണയം അല്ലെങ്കിൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്തൽ, ചികിത്സ അല്ലെങ്കിൽ പരിഹാരം. ഇതിൻ്റെ ഗുണങ്ങൾ: ആഴത്തിലുള്ള അറിവ് നൽകുന്നു, ചോദ്യാവലി ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഗവേഷകൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ദോഷങ്ങൾ: സാമാന്യവൽക്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, ചെലവ് കൂടുതലാണ്, സമയമെടുക്കും, ഗവേഷകൻ്റെ മുൻവിധി കടന്നു വരാം. രണ്ടാമത്താണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ, പരീക്ഷണാത്മക ഗവേഷണ രൂപകൽപ്പന. നിയന്ത്രിത സാഹചര്യങ്ങളിൽ നിരീക്ഷണം നടത്തുന്ന ഗവേഷണമാണ് ഇത്. കാര്യകാരണ ബന്ധം പഠിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തത്വങ്ങൾ: ഒന്ന് റെപ്ലിക്കേഷൻ, കൃത്യത ഉറപ്പാക്കാൻ പരീക്ഷണം പലതവണ ആവർത്തിക്കണം. റാൻഡമൈസേഷൻ, എക്സ്ട്രാനിയസ് വേരിയബിളുകളുടെ സ്വാധീനം കുറയ്ക്കാൻ സാമ്പിളുകളെ റാൻഡായി തിരഞ്ഞെടുക്കണം. ലോക്കൽ കൺട്രോൾ, പുറത്തു നിന്നുള്ള ഘടകങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. മറ്റൊരു ടൈപ്പ് റിസർച്ചാണ് ലോങ്ങിറ്റ്യൂഡൽ റിസർച്ച് ഡിസൈൻ. ഒരു വേരിയബിളുകളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകളെ ദീർഘകാലത്തേക്ക് ആവർത്തിച്ച് പഠിക്കുന്നത്. ഈ ലോങ്ങിറ്റ്യൂഡൽ എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദീർഘകാലം എന്നുള്ളതാണ്. കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പഠിക്കാൻ ഇത് സഹായിക്കും. പാനൽ പഠനങ്ങളെ, കോഹർട്ട് പഠനങ്ങൾ എന്നൊക്കെ ഇതിൽ വരുന്നു. 1960 ജനിച്ച കുട്ടികളുടെ ആരോഗ്യം 70, 80, 90 വർഷങ്ങൾ പരിശോധിക്കാം. അതായത് ഒരു ദീർഘകാലത്തേക്ക് ഒരേ സംഗതി നമ്മൾ ദീർഘകാലത്തേക്ക് പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ക്രോസ് സെക്ഷണൽ റിസർച്ച് ഡിസൈന്, അതായത് ഒരു പ്രത്യേക സമയത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാറ്റ ശേഖരിക്കുന്ന രീതി. ഇപ്പോൾ സ്നാപ്ഷോട്ട് എന്ന് പറയും, ഒരു സംഭവത്തിൻ്റെ ഒരു സമയത്ത് ചിത്രം നൽകുന്നത്. മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇതിന് കഴിയില്ല. ഉദാഹരണത്തിന് 2023 കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക്, അതായത് ഒരു പ്രത്യേക സമയത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്ന രീതിക്കാണ് അത് പറയാം. മറ്റൊന്ന് കമ്പാരിറ്റീവ് റിസർച്ച് ഡിസൈൻ, സാമൂഹ്യ പ്രതിഭാസങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് വിശദീകരണം നൽകാൻ ശ്രമിക്കുന്ന രീതി. രണ്ട് സമൂഹങ്ങളെയും ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ താരതമ്യം ചെയ്യാം. ഇപ്പോൾ ദുർക്കീമിൻ്റെ, വെബർ തുടങ്ങിയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളുടെ രീതി വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു രീതി കമ്പാരിറ്റീവ് മെത്തേഡ്. മുതലാളിത്തം എന്തുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളർന്നു എന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വളർന്നില്ല എന്നൊക്കെ വെബർ താരതമ്യം ചെയ്ത് പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഇതിൻ്റെ സമ്മറി ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കുക. ഹൈപ്പോത്തസിസ്, കേസ് സ്റ്റഡി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്.